കാലവർഷം കേരളത്തിലെത്താൻ മണിക്കൂറുകൾ ബാക്കിയുണ്ടെങ്കിലും സംസ്ഥാനത്ത് മഴ തിമിർത്തു പെയ്യുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത അതിതീവ്ര മഴയിൽ നഗരം മുങ്ങി. കളമശ്ശേരിയിൽ 1 മണിക്കൂറിനിടെ പെയ്തിറങ്ങിയത് 60 മില്ലിമീറ്റർ മഴയാണ്. വീടുകളിൽ വെള്ളം കയറിയതോടെ ഫയർഫോഴ്സ് എത്തിയാണ് പലയിടത്തും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ഇൻഫോ പാർക്ക് ഇന്നും മുങ്ങി. കൈപ്പുഴ മുകളിലും പടമുകളിലും കാറുകൾ ഒഴുക്കിൽപ്പെട്ടു. തിരുവനന്തപുരത്തും രാവിലെ മുതൽ തീവ്ര മഴ തുടരുകയാണ്. നഗരത്തിൽ 1.5 മണിക്കൂറിൽ 52 മില്ലിമീറ്റർ മഴ പെയ്തു. കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലും ജഗതിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. ഏറ്റവും പുതിയ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും തൃശൂരിൽ നിന്നും സൂരജ് സജിയും നൽകും. വിഷ്ണു, കൊച്ചിയിലെ മഴ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? നഗരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് എല്ലായിടത്തും. ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല. എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അസാധാരണമായ മഴ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൊച്ചിയിലെ സാഹചര്യം. ഞാൻ കൊച്ചിയിലേക്ക് വരാം. തിരുവനന്തപുരത്തേക്ക് ആദ്യം പോകുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അജീഷ്, തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴയാണ്. വെള്ളക്കെട്ട് നഗരത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, എന്തായാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ 4 മണിക്കൂറായി ഇപ്പോൾ മഴ ഇല്ല, മാറി നിൽക്കുകയാണ്. അത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകിട്ട് ഉണ്ടായ വെള്ളക്കെട്ട് ഇപ്പോൾ പലയിടത്തിൽ നിന്നും ഒഴിഞ്ഞു തുടങ്ങി. നഗരത്തിൽ കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലും അമ്പലമുക്കിലും ബേക്കറി ജംഗ്ഷനിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ടൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏറെ ആശ്വാസകരമായ വാർത്ത കൂടിയാണിത്. പ്രധാനമായും ചാലക്കമ്പോളത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത്. അവിടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് റോഡ് പണി നടക്കുകയായിരുന്നു, ഓടയുടെ പണി നടക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഈ ഭാഗത്ത് ഓട നിർമ്മാണം തന്നെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ചെറിയ മഴ പെയ്തപ്പോൾ ചാലക്കമ്പോളത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ പെയ്ത അതിശക്തമായ മഴയിൽ ചാലക്കമ്പോളത്തിൽ 50ലധികം കടകളിലാണ് വെള്ളം കയറിയത്. മാത്രമല്ല അമ്പലമുക്കിലെയും മണികണ്ഠേശ്വരത്തിലെയും ഗൗരീശപ്പട്ടത്തിലെയും ഒക്കെ തന്നെ താഴ്ന്ന സ്ഥലങ്ങളിൽ ഈ തോടുകൾ നിറഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറി. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലൂടെ നടുവിലൂടെ ഒഴുകുന്ന ഓടകളൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. റോഡിന്റെ പ്രധാനപ്പെട്ട ഈ വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഒരുപാട് വാഹനങ്ങളിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയതും നമ്മൾ കണ്ടിരുന്നു. ഒരുപാട് വീടുകളിലും വെള്ളം കയറി. ചെറിയ വീട്ടുകാരൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ച് ബന്ധുവീടുകളിലേക്കും മറ്റും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് രാത്രി. എന്തായാലും ഇപ്പോൾ മഴ കഴിഞ്ഞ 3-4 മണിക്കൂറായി മാറി നിൽക്കുന്നത് കൊണ്ട് ഈ പ്രദേശത്തേക്ക് വെള്ളക്കെട്ട് ഇപ്പോൾ ഒഴിഞ്ഞു തുടങ്ങി. എന്തായാലും മഴ ഈ നാളെ കൂടി കാലവർഷമെത്തും, ശക്തി പ്രാപിക്കും. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ഒന്നും എത്താത്ത സാഹചര്യത്തിൽ തലസ്ഥാനത്ത് വീണ്ടും വെള്ളക്കെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് ഒരു ചെറിയ ആശ്വാസമുള്ളത്. കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറിയത് ഇറങ്ങാനും ഒക്കെയുള്ള സമയം കിട്ടിയേക്കും എന്ന് വേണം കരുതാൻ. കൊച്ചിയിലും തൃശ്ശൂരിലും സാഹചര്യം അതല്ല. കൊച്ചിയിലേക്ക് നമുക്ക് വരാം. കൊച്ചിയിൽ കനത്ത മഴ പെയ്യുകയാണ്. വിഷ്ണു സുരേഷ് അല്പസമയത്തിനകം ചേരും. തൃശ്ശൂരിലേക്ക് പോകുന്നു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. അവിടെ അത്യാഹിത വിഭാഗത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു എന്നത് ഒരു ഗുരുതര സാഹചര്യമാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ പലയിടത്തും നഗരത്തിന് പുറത്തേക്കും വെള്ളക്കെട്ട്, ഗതാഗത തടസ്സം തുടങ്ങിയവ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അനാസ്ഥയിൽ തൃശൂർ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കനത്ത മഴയിൽ 3 കോടി രൂപയുടെ നാശനഷ്ടമായിരുന്നു ഈ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി ഉണ്ടായത്. എന്നാൽ ഇക്കുറിയും അതിലൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് 1 മണിക്കൂർ മാത്രം പെയ്ത മഴയിൽ അശ്വിനി ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ അവിടെ നിന്ന് രോഗികളെ അടക്കം മുകളിലത്തെ നിലയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. എന്തായാലും തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച് അല്പസമയമായി മഴ വിട്ടു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത. പക്ഷേ ഈ ഗ്രാമീണ മേഖലകളിലേക്ക് വന്നാൽ സ്ഥിതി അങ്ങനെയല്ല. കനത്ത മഴയാണ് ഗ്രാമീണ മേഖലകളിൽ തുടരുന്നത്. തൃശ്ശൂർ തൃപ്രയാർ റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ വിവിധ ഇടങ്ങളിലായി, അതായത് ഗായത്രി ബസ് സ്റ്റോപ്പ്, പഴുവിൽ സെന്റർ, താന്യം, പെരിങ്ങോട്ടുകര, കിഴക്കേനട തുടങ്ങി വിവിധ ഇടങ്ങളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. താന്യത്ത് ഒരു മരം
തന്നെ ഈ റോഡിലെ വെള്ളത്തിലൂടെ ഒഴുകി വന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അത് ഗ്രാമീണ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. കനത്ത മഴ ഗ്രാമീണ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മലയോര മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരം വലിയ മുളങ്കൂട്ടം കടപൊഴുകിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പക്ഷേ ചെറുമരങ്ങളെല്ലാം തന്നെ ഈ പാതയിൽ മറിഞ്ഞു വീണതിനെ തുടർന്ന് അങ്ങിങ്ങായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം അത് അധികൃതർ നടത്തുന്നുമുണ്ട്. എന്തായാലും മലയോര മേഖലയിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വന്ന വീഴ്ച അത് തന്നെയാണ് തൃശ്ശൂരിലും വെല്ലുവിളിയായി തുടരുന്നത്. മഴ ഇനിയും തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി ഇരട്ടിയാകും. അടുത്തെങ്ങും അവസാനിക്കുന്ന ഒരു പ്രതിസന്ധിയല്ല തൃശ്ശൂരിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിജയകുമാർ, തൃശ്ശൂരിൽ മഴ തുടരുകയാണ്. അവിടെ മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മഴക്കാലത്തിനെ നേരിടാൻ വേണ്ട മുന്നൊരുക്കങ്ങളൊന്നും മതിയായ തോതിൽ നടന്നിട്ടില്ല. അതിൻ്റെ പ്രതിസന്ധി ജനങ്ങൾ അനുഭവിക്കുകയാണ്. ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, ആരും മറുപടി പറയുന്നില്ല എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. നഗരത്തിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, കൊച്ചിയുടെ നഗരത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തും അതിൻ്റെ മുഴുവൻ താഴ്ന്ന പ്രദേശങ്ങളും ഇതിനോടകം വെള്ളത്തിനടിയിലാണ്. ആളുകളൊക്കെ വൈകുന്നേരം ഓഫീസുകളിൽ നിന്നൊക്കെ പോയി പലരും ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. റോഡിലൊക്കെ കുടുങ്ങി കിടക്കുന്നു. ഗതാഗതം ഏറെക്കുറെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടിട്ടുണ്ട്. അസാധാരണമായ സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് കൊച്ചിയുടെ കാര്യത്തിൽ പറയാം. കഴിഞ്ഞ ഏതാണ്ട് 30-35 മണിക്കൂറിലെ കണക്കെടുത്താൽ 300 മില്ലിമീറ്റർ മഴ എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ മഴയാണ് കൊച്ചിയിൽ കളമശ്ശേരിയിൽ മാത്രം പെയ്തിറങ്ങിയത്. ഒരുപക്ഷെ 2018 മഹാപ്രളയകാലത്ത് പോലും ഇത്രയും കനത്ത മഴ കൊച്ചിയിൽ പെയ്തിട്ടില്ല. അത് കാലാവസ്ഥാ നിരീക്ഷകർ, കാലാവസ്ഥാ വകുപ്പ് വിശദീകരിക്കേണ്ടതുണ്ട് എന്താണ് പ്രത്യേക സാഹചര്യം എന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? വിജയകുമാർ, കൊച്ചിയുടെ പ്രധാനപ്പെട്ട റോഡുകളും ഇട റോഡുകളും എല്ലാം വെള്ളം കയറി അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള BTS റോഡിലാണ്. BTS റോഡിൽ ഏകദേശം 2-3 കിലോമീറ്ററുകളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി കിടക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ ഈ ഓടകൾ വൃത്തിയാക്കാത്തത് തന്നെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ പ്രതിസന്ധി ഈ മേഖലകളിലുണ്ട്. എല്ലാ ഇട റോഡിലേക്കും വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ ആളുകൾ കടക്കാരുൾപ്പെടെ കടയിലേക്ക് ഉൾപ്പെടെ കയറുന്ന സാഹചര്യം. ഇവിടെ എല്ലാ തവണയും ഇത്തരത്തിൽ വെള്ളം തന്നെ പണി. കാരണം അവിടുന്നാണ് വരുന്നത്. ആ ചങ്ങമ്പുഴ പാർക്കിന്റെ അവിടെ നിന്നുള്ള വെള്ളം എല്ലാം ഇതിലേ പോകുന്നത്. അവിടുന്ന് ആ സൈഡിൽ നിന്ന് നമ്മുടെ തമ്പരാട്ടിപ്പറമ്പ് ജംഗ്ഷൻ ഉണ്ട്, ഈ ജംഗ്ഷനാണിത്. ആ വഴിക്ക് വരുന്ന വെള്ളം ഇവിടെയാണ് പൊന്തുക. ഈ മെയിൻ കാനയിലേക്ക് അല്ലേ വെള്ളം പോകുന്നത്. അതാണ് ഇവിടുത്തെ മൊത്തം പ്രശ്നം. ക്ലീൻ ചെയ്യാത്താണോ പ്രശ്നം? ഒരു പ്രധാന ക്ലീൻ ചെയ്യാത്ത തന്നെ പ്രശ്നം. പിന്നെ ഇവിടെ നമ്മൾ അത്രയധികം പൊക്കി കൊടുക്കുക. മറ്റേത് കടയുടെ ഉള്ളിലെ വെള്ളമായിരുന്നേ. മുതലാളി കൊണ്ട് പറഞ്ഞു കണ്ടില്ലേ ഈ കണ്ടീഷനിൽ പൊക്കി കൊടുക്കുന്നത്. ഇപ്പൊ കട കുഴിയിലാണ് കിടക്കുന്നത്. ഇതാണ് പ്രശ്നം. വിജയകുമാർ, ഇതാണ് കാണ വൃത്തിയാക്കാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഈ റോഡിലൂടെ ഈ വെള്ളം, ഈ വാഹനങ്ങൾ പോകുമ്പോൾ ഈ വെള്ളം അടിച്ച് കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ കയറുന്ന കാഴ്ചയാണ്. ഇട റോഡുകളും കൊച്ചിയുടെ പ്രധാനപ്പെട്ട റോഡുകളും എല്ലാം വലിയ ഗതാഗത പ്രതിസന്ധിയും വെള്ളക്കെട്ടിനെ തുടർന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മെയിൻ റോഡിൽ തിരക്കായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഈ ഇട റോഡുകൾ കേന്ദ്രീകരിച്ചാണ് വാഹനങ്ങൾ വിടുന്നത്. പക്ഷേ ഈ ഇട റോഡിലും നിലവിൽ രക്ഷയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഒരു പോക്കറ്റ് റോഡെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എങ്ങോട്ടും വെള്ളം ഒഴുകിപ്പോകാൻ ഒരു തരത്തിലുള്ള സാധ്യതയും ഇല്ലാതെ വലിയ പ്രതിസന്ധി. ഇപ്പോൾ 1 മണിക്കൂറായി മഴ മാറി നിൽക്കുന്നു. എന്നിട്ടും ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാകുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി, കുറച്ച് ദിവസങ്ങളായി ഉള്ള പ്രശ്നം ഇതുതന്നെയാണ്. വെള്ളം എന്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ ഓടകൾ കൃത്യമായി വൃത്തിയാക്കാത്തതാണ്. വെള്ളം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ പാടം ഉൾപ്പെടെ നികത്തുന്നതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത്തരം നടപടികളിലേക്ക് കടക്കുന്നതുകൊണ്ട് വെള്ളം എങ്ങോട്ടേക്കും എത്തുന്നില്ല. ഇവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. വേലിയേറ്റം കൂടി ഉണ്ടെങ്കിൽ അതിരൂക്ഷ വെള്ളക്കെട്ട് കൊച്ചിയിൽ വരും മണിക്കൂറിൽ ഉണ്ടാകും എന്നുറപ്പാണ്. മഴ മാറി നിന്നിട്ടും വെള്ളം ഇറങ്ങിപ്പോകാത്തതാണ് നിലവിൽ കൊച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. വിജയകുമാർ, ഇന്നിപ്പോൾ വിഷ്ണു, ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിലെ വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിൽ ആ വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെ മേയറുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നു. ഇന്നലെ പെയ്തത് ലഘു മേഘവിസ്ഫോടനമാണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന്. അപ്പോൾ അങ്ങനെ ഈ ലഘു മേഘവിസ്ഫോടനം എന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസം അതൊരു ന്യായീകരണമായി. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് വെള്ളക്കെട്ടുണ്ടായത്, ഞങ്ങളുടെ ഭാഗത്തെല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു എന്നാണ് മേയർ അറിയിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. നമ്മൾ പോയ സ്ഥലത്തൊക്കെ ആളുകളുടെ പ്രതികരണം അതാണ് വ്യക്തമാക്കുന്നത്. തന്നെയുമല്ല, ഒരു മഴയിൽ തന്നെ 1 മണിക്കൂർ മഴ പെയ്യുമ്പോൾ നഗരമാകെ മുങ്ങുന്നു.
അതാണ് നമ്മൾ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ എടപ്പള്ളി അടക്കമുള്ള ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം, അല്ലെങ്കിൽ നഗരത്തിന് പുറത്ത് കാണാം. അങ്ങനെ പലയിടത്തും ഈ കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ കോർപ്പറേഷന്റെ വിശദീകരണം എത്രത്തോളം ദുർബലമാണ് ഈ വിഷയത്തിൽ, വിഷ്ണു? സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് പലയിടത്തും. ഈ വിഷ്ണു സുരേഷ് നിന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ സമീപത്താണ്. അവിടെ ആ രണ്ടു ഭാഗത്തും നിറയെ വീടുകളുണ്ട്. ആ വീടുകൾക്കെല്ലാം ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഫയർഫോഴ്സൊക്കെ എത്തിയാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നത്. ഇപ്പോൾ കാക്കനാട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ ലഭ്യമായത്, ആ സമയത്ത് ലഭ്യമായത് ചില JCBകളായിരുന്നു. അത് കൊണ്ടുവന്ന് അതിലിരുത്തിയാണ് ആളുകളെ വീടുകളിൽ നിന്ന് മറ്റു ചില കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങൾ കാണാം. കുട്ടികളടക്കമുള്ളവരുണ്ട്. അങ്ങനെ ആ സമയത്ത് അവൈലബിൾ ആയത് എന്താണോ അതുപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. നമ്മൾ 2018 പ്രളയകാലത്തൊക്കെ കണ്ടതുപോലെയുള്ള കാഴ്ചയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയുടെ പല ഭാഗത്തും കണ്ടത്. കാലവർഷം എത്താൻ ഇനിയും 24 മണിക്കൂർ കൂടി ഉണ്ട്. അതിനു മുമ്പ് തന്നെ ഇത്രയും കനത്ത മഴ, ഇത്രയും അതിശക്തമായ മഴ കൊച്ചിയിൽ പെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിതീവ്ര മഴ കൊച്ചിയിൽ ഈ സമയത്ത് പെയ്യുന്നത് എന്നതിൻ്റെ കാലാവസ്ഥാ വിശദീകരണം കൂടി ഒരുപക്ഷെ കാലാവസ്ഥാ വകുപ്പ് നൽകുമായിരിക്കും അടുത്ത മണിക്കൂറുകളിലെന്ന് നമുക്ക് കരുതാം. മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി മഴയുമായി ബന്ധപ്പെട്ടുണ്ട്. മഴ ശക്തമായതോടെ കുട്ടനാടും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. എടത്വ, തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. ആലപ്പുഴയിൽ ശിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം നിരോധിച്ചു. അപ്പർ കുട്ടനാട്ടിൽ വീടുകളിൽ വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ വ്യാപകമായി കൃഷി നശിച്ചു. ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വെള്ളം പൊങ്ങി. മഴ തോരാതെ പെയ്താൽ ജനജീവിതം ദുസ്സഹമാകും. എടത്വ, തലവടി, പൂന്തുരുത്തിയിൽ കാഴ്ചാപരിമിതനായ മണിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു. മണിക്ക് പരിക്കേറ്റു. പട്ടമന 5-ൽ ലീലാമ്മ രാമചന്ദ്രൻ, അമ്പലപ്പുഴ വടക്ക് പ്രദീപ് എന്നിവരുടെ വീടുകൾക്കും കേടുപാട്. പത്തനംതിട്ട അപ്പർ കുട്ടനാട് മേഖലയിൽ വീടുകളിലേക്കും റോഡിലേക്കും വെള്ളം കയറി. നിരണത്ത് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയ തോട് പഞ്ചായത്തംഗത്തിന്റെ നേതൃത്വത്തിൽ തുറന്നുവിട്ടു. പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. കോട്ടയത്തിന്റെ മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും മീനച്ചിലാറ്റിൽ ജലനിരപ്പുയർത്തി. തീരങ്ങളിൽ വ്യാപക കൃഷിനാശം. അയർകുന്നം, പുന്നത്തറ മേഖലയിൽ ഏക്കർ കണക്കിന് കപ്പ വെള്ളത്തിലായി. 3-4 വർഷമായിട്ട് ഈ അനുഭവം തന്നെയാണ്. ഇപ്പം എനിക്ക് തന്നെ ഒരു 10-14 ലക്ഷം രൂപയുടെ കപ്പയും വെള്ളത്തിൽ കിടക്കുക. അപ്പം ഇന്നലെ പറിച്ചു വെച്ചതാണ്, അന്നേരം വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയും വിറ്റ് കാശാക്കാമെന്ന് വെച്ചാണ് ഇപ്പം ഈ പുരയെ വിളിച്ച് ഈ വള്ളത്താലാണ് ഇപ്പം ഇവിടെ വെപ്പിച്ചത്. 5.5 ഏക്കർ മൊത്തം കൃഷി ഉണ്ടായിരുന്നു. അതിൻ്റെ 1/2 ഏക്കറിനകത്തേ പറിച്ചുള്ളൂ. ഇപ്പോൾ ബാക്കി മുഴുവൻ വെള്ളത്തിൽ കിടക്കുക. നിരവധി വീടുകളിലും വെള്ളം കയറി. 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 380-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 5 ദിവസം ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക് തുടരും. കേരള തീരത്തു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചു. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ദിവസം മുമ്പാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവ്. കേരളത്തിലും രാജ്യത്ത് പൊതുവെയും ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും ഇന്നു രാത്രി അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്നും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശാൻ സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം.
ഇതാ ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നുണ്ട്. കാക്കനാട് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അവിടെ മഴവെള്ളം വീട്ടിൽ കയറി വീട്ടിൽ കുടുങ്ങി 5 ആളുകളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് മേരീസ് പള്ളിക്ക് സമീപത്തെ 5 കുടുംബങ്ങളെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഫയർഫോഴ്സ് അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ശ്യാം വിവരങ്ങൾ നൽകും. ശ്യാമ, ഇപ്പോഴിപ്പോൾ കളമശ്ശേരിയിൽ മൂലേപ്പാടത്ത് കുടുംബങ്ങളെ ഫയർഫോഴ്സ് എത്തിയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. കാക്കനാടും ഏതാണ്ട് അതേ സാഹചര്യം തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, കാക്കനാട് സെന്റ് മേരീസ് പള്ളിക്ക് പുറകിലുള്ള സാറാമ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ കുടുംബത്തെയാണ് ആദ്യം ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. തൊട്ട് അടുത്തുള്ള 4 വീടുകളിലുള്ള ആളുകളെ കൂടി ഫയർഫോഴ്സ് വളരെ പ്രയാസപ്പെട്ട് തന്നെ പുറത്തെത്തിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴിയില്ലാത്തതാണ് അവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ പ്രദേശത്തെ ഓടകളൊക്കെ മൂടിക്കിടക്കുകയായിരുന്നു. തൃക്കാക്കര നഗരസഭാ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ആളുകളെ ഇപ്പോൾ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ മൂലേപ്പാടത്ത് കണ്ട അതേ സ്ഥിതി തന്നെയാണ് തൃക്കാക്കര നഗരസഭയുടെ ഈ പരിസരത്തും ഇപ്പോൾ ഉണ്ടായത്. വിജയകുമാർ, യെസ്, ഈ കഴിഞ്ഞ 35 മണിക്കൂറിൽ എറണാകുളം കളമശ്ശേരിയിൽ പെയ്തത് 300 മില്ലിമീറ്റർ മഴ എന്ന വിവരം ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ ഒരു സാഹചര്യമാണ് അത്. അതിതീവ്ര മഴ കഴിഞ്ഞ ഏതാണ്ട് ഇന്നലെയും ഇന്നുമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ. മൂലേപ്പാടത്തെ കാര്യം നേരത്തെ കളമശ്ശേരിക്കടുത്താണ്, അത് ശ്യാം സൂചിപ്പിച്ചു. അവിടെ വീടുകളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് ഇപ്പോഴും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. മതിലിടിഞ്ഞ് വീണ് സിറ്റി ഗ്യാസിൻ്റെ ഭാഗത്ത് ചില ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അധികൃതരെത്തി ഉടൻ ആ ലീക്ക് അടച്ചിട്ടുണ്ട്. ഈ വീടുകളിൽ കുടുങ്ങിയവർ ഫയർഫോഴ്സ് എത്തിയിട്ടും മാറാൻ തയ്യാറാകുന്നില്ല. വെള്ളം ഇറങ്ങും മഴ കുറയുമ്പോഴെന്ന് പറഞ്ഞവർ വീടുകളിൽ തുടരുകയാണ്. അത് കൈവിട്ട ചില തീരുമാനങ്ങളാണ്. അതുകൊണ്ട് അത്തരം സാഹസിക നീക്കങ്ങൾക്ക് ആരും മുതിരരുത്. രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള മഴയാണ് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത്, കാക്കനാട്, കളമശ്ശേരി, എടപ്പള്ളി മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ജാഗ്രത വേണം. രാത്രിയിൽ പ്രത്യേകിച്ചും അവർ വീടുകളിൽ തുടരുകയാണ്. ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി, രക്ഷാപ്രവർത്തകർ എത്തിയിട്ട് അവിടെ മാറാൻ കൂട്ടാകുന്നില്ല എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ചിലയിടങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വെള്ളം ഇറങ്ങിയേക്കും എന്നാണ് നാട്ടുകാരൊക്കെ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. ജനവിധി അറിയാൻ 6 നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി. അവസാന മണിക്കൂറുകളിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമാണ്. ഇന്ത്യ മുന്നണി രാജ്യത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. മോദി അവകാശപ്പെടുന്ന നല്ല കാലം അദാനി ഉൾപ്പെടെ കോർപ്പറേറ്റുകൾക്ക് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. പഞ്ചാബിൽ ശക്തമായ ആക്ഷേപങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. കേന്ദ്രത്തിലെ മോദി സർക്കാർ 10 വർഷവും രാജ്യത്തെ കർഷകരെ കുത്തകകളുടെ അടിമയാക്കാനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറുക എന്നതാണ് നല്ല കാലം വരാൻ രാജ്യത്തിന് അത്യാവശ്യം. हजारों लोगों से मेरी बात हुई, किसानों से, मजदूरों से, छोटे व्यापारियों से, बेरोजगार युवाओं से. हमारा जो मैनिफेस्टो बना है वो कांग्रेस पार्टी का मैनिफेस्टो नहीं है. वो हिंदुस्तान के किसानों की आवाज है, मजदूरों की आवाज है, बेरोजगार युवाओं की आवाज है. ലവ് ജിഹാദ് ആരോപണമടക്കമുള്ളവ ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ റാലികൾ. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് സൂചിപ്പിച്ച പ്രധാനമന്ത്രി തന്റെ ഒരു സുഹൃത്ത് വ്യക്തമായ ധാരണ ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് തനിക്ക് നൽകിയതായി അവകാശപ്പെട്ടു. കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും രാജ്യത്ത് അപകടകരമായ വേർതിരിവ് സൃഷ്ടിക്കുകയാണ്. अगले 6 महीने में देश में बहुत बड़ा राजनीतिक भूचाल आने वाला है. ये परिवारवादी पार्टियां अपने आप बिखर जाएगी. इनके कार्यकर्ता भी अब थक चुके हैं. वो भी देख रहे हैं कि देश किधर जा रहा है और ये पार्टियां किधर जा रही हैं. നാളെയാണ് 7ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊട്ടിക്കലാശിക്കുക. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശേഷിച്ച ഘട്ടത്തിൽ ജൂൺ 1 രാജ്യം ബൂത്തിലെത്തും. നാളെ അവസാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം
ആവനാഴിയിലെ ശേഷിച്ച അസ്ത്രങ്ങളെല്ലാം ശത്രുപാളയത്തിലേക്ക് നിറയൊഴിച്ച് വിജയം പഴുതുകളില്ലാതെ ഉറപ്പാക്കുകയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. നാളത്തെ കൊട്ടിക്കലാശത്തിൽ ആദ്യാവസാനം സജീവമായി പങ്കെടുക്കണമെന്ന് എല്ലാ നേതാക്കൾക്കും ഈ പാർട്ടികൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇടക്കാല ജാമ്യത്തിന് ഇനി വിചാരണ കോടതിയെ സമീപിക്കാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശമുള്ള സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി രജിസ്ട്രി വ്യക്തമാക്കി. ജൂൺ 2-ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ ഹാജരാകണം. പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ച ഇടക്കാല ജാമ്യം മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നീട്ടാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആ അക്കൗണ്ടിലും കോടികളോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ടെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്ന അക്കൗണ്ടിലേക്ക് കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട പണം എത്തിയെന്നാണ് പ്രധാന ആരോപണം. SNC ലാവ്ലിൻ, PwC അടക്കമുള്ള കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നൽകി. വിദേശത്തെ അക്കൗണ്ടിലെ പണമിടപാടുകൾ ആദായനികുതി റിട്ടേൺസിൽ കാണിച്ചില്ലെങ്കിൽ കർശന നടപടി വേണം. തനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് പറയുന്നതെന്നും ആരോപണം തെറ്റെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാമെന്നും ഷോൺ ജോർജ്. SNC ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC, ഈ കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടെ വിദേശ അക്കൗണ്ട് ആരോപണം ഞെട്ടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങളുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് VD സതീശൻ. ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹമാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ്. അതേസമയം CMR എക്സാലോജിക് സൊല്യൂഷൻസ് വിദേശ ഇടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ട്. EDക്കും SFIOയ്ക്കും പരാതി നൽകിയതിന് പിന്നാലെയാണിത്. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തോറ്റുകൊടുത്ത ഭൂമി കേസുകൾ. മൂന്നാറിലെ ഭൂമി കയ്യേറ്റത്തിൽ വീണ്ടും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. വ്യാജ പട്ടയ കേസിൽ ദേവികുളം മുൻ അഡീഷണൽ തഹസീൽദാർ രവീന്ദ്രനെതിരെ എന്തു നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മൂന്നാറുമായി ബന്ധപ്പെട്ട വ്യാജ പട്ടയ കേസിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു. എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ലെന്ന് കോടതി ചോദിച്ചു. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചനാ കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ലെന്നും വൻ അഴിമതിയാണ് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു. രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കാനാകില്ല, പിന്നിൽ വേറെയും ചില ആളുകളുണ്ടാകും. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ഉദ്യോഗസ്ഥരെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി അവർക്കും കേസിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. 42 കേസുകളിലും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല. ഒരു കേസിൽ തഹസിൽദാർ തന്നെ പ്രതികൾക്ക് അനുകൂലമായെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പ്രതികളെ വെറുതെ വിട്ട കേസുകളുടെ എണ്ണവും നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയും അറിയിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനിടെ വ്യാജ പട്ടയം വിതരണം ചെയ്തതിൽ MI രവീന്ദ്രനെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിനി 27 വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന KSRTC ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത്. ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന വരികയായിരുന്നു. ഇതോടെ ബസ് തിരിച്ച് അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതിഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഉടൻ ആശുപത്രിയിലെ ഡോക്ടേഴ്സും നഴ്സസും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം
ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു. ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയ്ക്കും പെൺകുഞ്ഞിനും ആരോഗ്യപ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സമയോചിത ഇടപെടലാണ് ബസ്സിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത്. 24 തൃശൂർ. വിഷു ബമ്പർ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ VC 490987 എന്ന നമ്പറിലെ ടിക്കറ്റിന് ആലപ്പുഴ ജില്ലയിലെ അനിൽകുമാർ എന്ന ലോട്ടറി ഏജന്റിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാരിയായ ജയ എടുത്ത ടിക്കറ്റാണിത്. ജയയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയ ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ടില്ല. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ VC 490987. VC 490987. ഇതാണ് 12 കോടിക്ക് അർഹമായ ഭാഗ്യ നമ്പർ. അതിപ്പോൾ ആരുടെ കയ്യിലെന്ന് ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ് കേരളം. ആലപ്പുഴയിൽ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള തൃക്കാർത്തിക ലോട്ടറി ഏജൻസിയിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാരിയായ പഴയവീട് സ്വദേശി ജയ ടിക്കറ്റ് എടുത്തു. പഴയവീട് ക്ഷേത്രത്തിന് സമീപമാണ് ജയയുടെ ലോട്ടറി കട. ആകെ വിറ്റത് 40-ൽ താഴെ ബമ്പർ ടിക്കറ്റ് മാത്രം. സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന 10 പേരെ വിവരമറിയിച്ചെങ്കിലും ഭാഗ്യശാലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരെ എടുത്തേന്നുള്ളതായിട്ട് എനിക്ക് അത് കിട്ടുന്നില്ല. സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ട്. സ്ഥിരമായിട്ട് വാങ്ങുന്നവരാണ് ഇപ്പോൾ ഇതെടുത്തിരിക്കുന്നത്. എല്ലാവരും സ്വന്തമായിട്ട് നോക്കി അങ്ങ് എടുക്കുന്നത് കാരണം എനിക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 6 ഭാഗ്യശാലികൾക്ക്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 6 പേർക്ക്. നാലാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 6 പേർക്കുമുണ്ട്. ആകെ അച്ചടിച്ചത് 42 ലക്ഷം ടിക്കറ്റുകളാണ്. അതിൽ 41,84,893 ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് ഒടുവിലത്തെ കണക്ക്. തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടന്നത്. 10 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള മൺസൂൺ ബമ്പർ സംസ്ഥാന ലോട്ടറി വകുപ്പ് പ്രകാശനം ചെയ്തു. 250 രൂപയാണ് മൺസൂൺ ബമ്പർ ടിക്കറ്റ് വില. 24 തിരുവനന്തപുരം. വാർത്താമഴ തുടരുന്നു. നീതി തേടി മാധ്യമപ്രവർത്തകർ. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി ഊരുകളിൽ പ്രതിഷേധം വ്യാപിക്കുന്നു. ഉൾവനത്തിൽ കാൽനടയായി മാത്രം എത്താവുന്ന വീഴൻകുടിയിലെ മുഴുവൻ ജനങ്ങളും റൂബിൻ ലാലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നീതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് റൂബിന്റെ മാതാവ് ആവശ്യപ്പെട്ടു. കള്ളപ്പരാതി നൽകിയ വനംവകുപ്പ് ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെയും ലോക്കപ്പിൽ മർദ്ദിച്ച അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെയും സംരക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ തുടരുന്ന സാഹചര്യത്തിലാണ് റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിയോട് നീതി തേടിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ശേഷം അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേസിൽ നിർണായക തെളിവായിരുന്ന റൂബിൻ ലാലിന്റെ മൊബൈൽ ഫോൺ അടക്കം തകർത്ത CI അതിരപ്പള്ളിയിൽ തുടർന്നാൽ മറ്റ് തെളിവുകളും നശിപ്പിക്കുമെന്നാണ് ആശങ്ക. അച്ചടക്ക നടപടിയെന്ന വ്യാജേന ജാക്സൺ ഫ്രാൻസിസിന് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും മാതാവ്. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഒരുത്തനെ പോലീസ് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. എൻ്റെ മോനെ വിട്ട് കിട്ടണം. ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാധിയായിട്ട് വാർത്ത പിടിക്കാൻ പോയ എൻ്റെ മോനെയാണ് ഈ ആക്രമണം ചെയ്തിട്ടേക്കണം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം എടുക്കും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി മേഖലകളിൽ പ്രതിഷേധം ശക്തമാണ്. മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താൻ കഴിയുന്ന വീരൻകുടി ഊരിൽ ആദിവാസികൾ പ്രതിഷേധിച്ചു. എല്ലാവരും ഇപ്പൊ പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. എവിടെ സമരത്തിന് വിളിച്ചാലും ഞങ്ങൾ പോകും. രൂപിക്കാൻ വേണ്ടി ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങും എല്ലാവരും. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോ രൂപിനെ പിടിച്ചു കാരണം കൊണ്ടിരിക്കുന്നത്. അച്ഛനതുപോലെ തന്നെ കള്ളക്കേസിൽ ഭയങ്കര ഇതാക്കി പ്രശ്നമാക്കി ഞങ്ങൾക്ക് ആ പാറപ്പുറത്ത് ഇരുന്നപ്പോ അതിൽ പോലെ ഇരിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളിപ്പോ റൂബി എല്ലാ സഹായം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് എല്ലാത്തിലും കള്ളക്കേസ് മാത്രമേ ഉള്ളൂ ഈ പോലീസുകാർക്ക് പണി. എവിടെ കിട്ടുമെന്നാണ് അവർ വിചാരിച്ച് നടക്കുന്നത്. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൻ സന്നാഹത്തെ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കുടപിടിക്കും ഫോറസ്റ്റ് സൂക്ഷിച്ചോ. റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തി ലോക്കപ്പിൽ മർദ്ദിച്ചതിൽ DIG അജിത ബീഗം അന്വേഷണം ആരംഭിച്ചു. DYSP അശോക് SP നവനീത് ശർമ്മയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ട് IG തള്ളിയിരുന്നു. 24 തൃശൂർ.
ആലത്തൂരിൽ അഭിഭാഷകനെ SI അപമാനിച്ച സംഭവത്തിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. ക്രമസമാധാനം നിലനിർത്താൻ അശ്ലീല പദപ്രയോഗം ആവശ്യമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ അശ്ലീല പദപ്രയോഗം തീവ്ര സ്വഭാവമുള്ളതാണെന്നും കോടതി വിമർശിച്ചു. പോലീസ് സ്റ്റേഷൻ ടെറർ സ്ഥലമാക്കി വെക്കേണ്ട കാര്യമില്ല. രാജ്യത്തെ മികച്ച സേനയെ പറയിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ മതി. സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യം DGP അറിയിക്കണം. SI VR റനീഷിനെതിരെ എന്തു നടപടിയെടുത്തുവെന്ന് ചോദിച്ച ഹൈക്കോടതി നടപടിയെടുത്തതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ വിവാഹത്തിൽ പങ്കെടുത്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നാണ് വിമർശനം. റിപ്പോർട്ട് ഉടൻ KPCC അധ്യക്ഷന് കൈമാറും. കേസിലെ 13-ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതാണ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചത്. സംഭവത്തിൽ നടപടി നേരിട്ടതോടെ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവരും കൂടെയുണ്ടായിരുന്നെന്ന് പെരിയ മണ്ഡലം പ്രസിഡന്റായിരുന്ന പ്രമോദ് പെരിയ തുറന്നടിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിമർശനമുന്നയിച്ചതോടെ ഇത് പരസ്യപ്പോരിലേക്ക് വഴിമാറി. ഇതോടെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ 2-അംഗ കമ്മീഷനെ നിയോഗിച്ചത്. KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ എന്നിവരാണ് വിഷയം പരിശോധിച്ചത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളുടെ നടപടി മാപ്പർഹിക്കാത്ത കുറ്റമെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. ആരോപണം ഗൗരവതരമായ ആരോപണമാണ്. ഇതൊരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് മാതൃകാപരമായ അത്തരത്തിലുള്ള നടപടികൾ, ശുപാർശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടിലുണ്ടാവും. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കളുമായി കമ്മീഷൻ അംഗങ്ങൾ സംസാരിക്കും. ഉടൻ റിപ്പോർട്ട് നൽകാനാണ് അന്വേഷണ കമ്മീഷന്റെ നീക്കം. 24 കാസർഗോഡ്. പുതിയ ബാർ കോഴ വിവാദത്തിൽ കേസെടുത്ത് അന്വേഷണം വേണ്ടെന്ന നിലപാടിൽ ക്രൈംബ്രാഞ്ച്. കോഴ ആരോപണം അനിമോനും ഇടുക്കിയിലെ മറ്റ് ബാർ ഉടമകളും നിഷേധിച്ചതോടെ കേസെടുക്കാൻ തെളിവില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. അതേസമയം ശബ്ദരേഖ തയ്യാറാക്കിയതിലും പ്രചരിപ്പിച്ചതിലും ഗൂഢാലോചനയുണ്ടോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരും. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചുള്ള ഇടുക്കിയിലെ ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായത് സർക്കാരാണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സർക്കാരിന് ആശ്വാസ വഴി തെളിയുന്നു. ശബ്ദരേഖയിൽ പറയുന്നത് സർക്കാരിനുള്ള കോഴപ്പണമല്ലെന്നും കെട്ടിട നിർമ്മാണ ഫണ്ടാണെന്നും അനിമോൻ പറഞ്ഞു. സർക്കാരിന് നൽകാനുള്ള കോഴയെന്ന പേരിൽ പണം ആരെങ്കിലും ആവശ്യപ്പെടുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഇടുക്കിയിലെ മറ്റ് ബാർ ഉടമകളും മൊഴി നൽകി. അതേസമയം കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് നൽകിയതായും ബാർ ഉടമകളുടെ മൊഴിയുണ്ട്. ഇതോടെ സർക്കാരിനുള്ള കോഴയെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും സർക്കാരിലേക്കോ മന്ത്രിമാരിലേക്കോ നീളുന്ന തരത്തിൽ കേസെടുത്തുള്ള അന്വേഷണത്തിന് സാധ്യതയില്ലെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം. അതേസമയം മറ്റു ചില കാര്യങ്ങളിൽ അന്വേഷണം തുടരും. 1. കെട്ടിട നിർമ്മാണ ഫണ്ടിന് പകരം കോഴയെന്ന തരത്തിൽ അനിമോൻ ശബ്ദ സന്ദേശം തയ്യാറാക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? 2. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അത് പുറത്തുവിട്ട് പ്രചരിപ്പിച്ചതാര്? ഇക്കാര്യങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് തെളിഞ്ഞാൽ അവരിലേക്ക് അന്വേഷണം നീളുകയും കേസെടുക്കുകയും ചെയ്യും. ഇത് കണ്ടെത്താൻ അനിമോന്റെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.